നമ്മൾ കേരളത്തിലേക്ക് തന്നെ എത്തിക്കുമ്പോൾ അതിൽ ഏറ്റവും ദുഃഖകരമാകുന്ന ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര നാറാണയിൽ 8ാം ക്ലാസ്സുകാരനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ്. 13കാരനായ അനന്തു ആണ് മരിച്ചത്. വെള്ളറട പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അരുൺ മോഹനാണ് ചേരുന്നത്. അരുൺ, കുട്ടിയാണ്, 13 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. എന്താണ് ഇങ്ങനെയൊരു പ്രവൃത്തിയിലേക്ക്, ഈ ആത്മഹത്യയിലേക്ക് ആ കുട്ടിയെ പ്രേരിപ്പിച്ചത് എന്നതിൽ അതിന്റെ സൂചനകൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? ആരും അഭിലാഷ്, ഏറെ വേദനയുള്ളൊരു വിവരം തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പറയുന്ന നാറാണി സ്വദേശിയായ രതീഷ് ബിന്ദു ദമ്പതികളുടെ മകൻ അനന്തു എന്ന 13കാരനെ വീട്ടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. ഫാനിലായിരുന്നു തൂങ്ങി നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏക മകനാണ് ഈ ദമ്പതികളുടെ ഏക മകനാണ്. പഠനത്തെക്കുറിച്ചും ഒപ്പം നിരന്തരം മൊബൈൽ കാണുന്നതിനെ കുറിച്ചൊക്കെ വീട്ടുകാർ ശകാരിച്ചതിലുള്ള മനോവിഷമമാണ് ഇതിന് പിന്നിലെന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം കാരക്കുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. കാരക്കുളത്തുള്ള PPM-HSS-ലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ പറയുന്ന കുട്ടി. വളരെ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. ഒപ്പം വെള്ളറട പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അഭിലാഷ്, അരുൺ മോഹൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അങ്ങേയറ്റം ദുഃഖകരമാകുന്ന ഒന്ന്, ഒരു കുട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്, അനന്തു എന്ന കുട്ടി. അത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിനും അങ്ങനെ പഠനത്തിൽ നിന്ന് ശ്രദ്ധ മാറിയതിൽ ഒക്കെ ആ കുടുംബത്തിൽ രക്ഷിതാക്കൾ വഴക്ക് പറഞ്ഞതാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് കുട്ടിയെ എത്തിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.